ഏലംകുളം മന. ആയിരക്കണക്കിന് ഏക്കർ നെൽപ്പാടങ്ങളിൽ നിന്നും പാട്ടമായി 50,000 പറ നെല്ലും മറ്റു കാർഷിക വിഭവങ്ങളും ലഭിച്ചുകൊണ്ടിരുന്ന ഏലംകുളം മന. അക്കാലത്ത് നിത്യേന 100 കണക്കിന് ആളുകൾക്ക് വെച്ചു വിളമ്പിയിരുന്ന ഊട്ടുപുര. 12ഓളം നായർ കുടുംബങ്ങളാണ് ഈ മനയിൽ വീട്ടുജോലിയിൽ ഏർപ്പെട്ടിരുന്നത്. ഈ സമ്പന്നതയ്ക്കും സമൃദ്ധിക്കും നടുവിൽ ഏലംകുളം മനയിൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും വിഷ്ണുദത്താന്തർജനത്തിന്റെയും മകനായി 1909 ജൂൺ 13 ശങ്കരൻ നമ്പൂതിരിപ്പാട് പിറന്നു വീണു. ഞാൻ ജനിച്ചത് ഒരു ജാതി മേധാവിത്വത്തിന്റെ അന്തരീക്ഷത്തിലാണ്. ആ അന്തരീക്ഷത്തിൽ ഈ ദൈവങ്ങൾ, പിശാചുക്കൾ എന്നിവയ്ക്ക് വളരെ സ്ഥാനമുണ്ടായിരുന്നു. യഥാർത്ഥം പറയാന്നുണ്ടെങ്കിൽ എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഇടപെട്ടിരുന്ന മനുഷ്യരെക്കാളധികം ഞങ്ങൾ കേട്ടിട്ടുള്ള ദൈവങ്ങളുടെയും പിശാചുക്കളുടെയും കഥയാണ് കൂടുതൽ എനിക്കറിഞ്ഞിരുന്നത്. EMSന്റെ അച്ഛൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് 2 വെളി കഴിച്ചിട്ടുണ്ട്. ആദ്യ ഭാര്യ വിഷ്ണുദത്ത, രണ്ടാമത്തെ ദേവകി. അതിൽ ആദ്യ ഭാര്യയായ വിഷ്ണുദത്ത അന്തർജനത്തിന്റെ 5 മക്കളിൽ ഒടുവിലത്തെ മകനാണ് EMS. ബാലമരണത്തിന്റെ പിടിയിൽ നിന്നും EMSന് ആയുസ് നീട്ടിക്കിട്ടാനായി അമ്മ EMSനെയും കൊണ്ട് 12 വർഷക്കാലം ഈ ക്ഷേത്രത്തിൽ നിത്യദർശനം നടത്തിയിരുന്നു. പള്ളിച്ചേരി എങ്ങനെയായാലും ഒക്കെ പഠിച്ചു അങ്ങനെ 7 വരെ ഇവിടെ കഴിഞ്ഞു. അപ്പോഴേക്ക് ഈ ഓത്തൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോ പെരിന്തൽമണ്ണയ്ക്കാ പോയി. പെരിന്തൽമണ്ണ ഈ 10 വരെ പഠിച്ചു. അവിടുന്ന് തൃശ്ശൂർക്കാ പോയി. പിന്നെ തൃശ്ശൂരാണ് 2 കൊല്ലമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. കുഞ്ചു എന്നാ വിളിക്കുക. കുഞ്ചു എന്നാണ് EMSനെ ചെറുപ്പത്തിൽ വിളിച്ചിരുന്നത്. കുഞ്ചുവിന് 4.5 വയസ്സുള്ളപ്പോഴാണ് അച്ഛന്റെ മരണം. 5ാമത്തെ വയസ്സിൽ കുഞ്ചുവിനെ ഗുരുനാഥൻ പള്ളിശ്ശേരി നമ്പൂതിരിയുടെ കീഴിൽ ഇല്ലത്ത് എഴുത്തിനിരുത്തി. 8ാം വയസ്സിൽ പൂണൂൽ ധരിക്കൽ നടന്നു. അപ്പോഴും വേദപഠനം പുരോഗമിക്കുകയായിരുന്നു. വേദപഠനമാണെന്നുണ്ടെങ്കിൽ വേദം പഠിക്കലായിരുന്നില്ല, കാണാപ്പാടം ചെല്ലായിരുന്നു. അതിന് 6 കൊല്ലം ഞാൻ ചെലവഴിച്ചു. അപ്പൊ അത് എന്റെ ജീവിതത്തിലെ നഷ്ടപ്പെട്ട കാലമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തുകൊണ്ട് യാതൊരു അർത്ഥവുമില്ലാതെ, യാതൊരു അർത്ഥവും അറിയാതെ തത്തമ്മേ പൂച്ച എന്ന് പോലെ ചെല്ലല് മാത്രമായിരുന്നു. പക്ഷെ അതിന് എന്റെ ജീവിതത്തിൽ ഒരു നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. എന്റെ സംസ്കൃത പഠനവും ഈ ഋഗ്വേദ പഠനവും കൂടി എനിക്ക് ബൗദ്ധികമായി ഒരു അച്ചടക്കം വന്നു. ആ കാലത്ത് തന്നെയാണ് മലബാറിലെ ലഹള വന്നത്. മാപ്പിള എന്ന് വിളിക്കപ്പെടുന്ന ലഹള വന്നത് ആ കാലത്താണ്. 1921 മലബാറിൽ നടന്നത് വർഗീയ ലഹള ആയിരുന്നില്ല. കൊണ്ടോട്ടി തങ്ങൾ ഉൾപ്പെടെ നിരവധി മുസ്ലിം പ്രമാണിമാർക്കെതിരെ സമരക്കാർ തിരിഞ്ഞതും ഏലംകുളം മന ഉൾപ്പെടെ പല ഹിന്ദു തറവാടുകളും കാവൽ നിന്ന് മാപ്പിളമാർ സംരക്ഷിച്ചതും അതൊരു വർഗീയ കലാപമായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു സത്യമാണ്. 1857
ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന കലാപത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ കലാപമായിരുന്നു മലബാർ കലാപം. 1921 ആഗസ്റ്റിൽ തുടക്കം കുറിച്ച കലാപം മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിലെ 220 വില്ലേജുകളിലായി പടരുകയും 2,20,000 ആളുകൾ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. ആ കാലത്ത് ഞങ്ങൾക്ക് ഒരു 5-6 മാസക്കാലം ഞങ്ങളുടെ ഇല്ലം വിട്ട് വേറൊരു ബന്ധുഗൃഹത്തിൽ പോയി താമസിച്ചുകൊണ്ടിരുന്നു. അവിടെ ഒരു 5-6 മാസം താമസിച്ചു. ആ 5-6 മാസക്കാലത്ത് എൻ്റെ ലോകവീക്ഷണം കുറച്ചുകൂടി വിശാലമായി. അന്ന് ഞാനൊരു 10-12 വയസ്സുള്ള കുട്ടിയാണ്. മറ്റേ പക്ഷെ പത്രങ്ങളെല്ലാം വായിക്കും. അന്ന് ദിനപത്രങ്ങളൊന്നുമില്ല. വാരികകള്, ദ്വൈവാരികള്, ത്രൈവാരികള്, ഈ പത്രങ്ങളെല്ലാം വായിച്ചുകൊണ്ടാണ് സമുദായ പരിഷ്കാരം, ദേശീയ സ്വാതന്ത്ര്യം എന്നുള്ള ആശയം എൻ്റെ മനസ്സിൽ കരുപ്പിടിച്ചത്. ഇതിന്റെ എല്ലാം ഫലമായിട്ട് പട്ടണ പരിഷ്കാരം എന്ന് ഞാൻ എൻ്റെ ആത്മകഥയിൽ പറയുന്ന ആ പരിഷ്കാരവുമായി ഞാൻ ബന്ധപ്പെട്ടു. അന്ന് നമ്പൂതിരി കുട്ടികൾക്ക് മാത്രമായി ഉണ്ടായിരുന്ന വിദ്യാലയത്തിലാണ് EMSന്റെ ജ്യേഷ്ഠന്മാർ പഠിച്ചിരുന്നത്. ഐത്തത്തിന്റെ മതിൽക്കെട്ടുകൾ പൊളിച്ച് താഴ്ന്ന ജാതിക്കാർ പഠിക്കുന്ന സ്കൂളിൽ ചെന്ന് പഠിക്കാൻ നമ്പൂതിരി ഇല്ലങ്ങളിലുള്ളവർ സമ്മതിക്കാതെ വന്നപ്പോൾ കുഞ്ചു ഇല്ലത്തെ മരത്തിണ്ണയിൽ ഉപവാസമെടുക്കുകയും അങ്ങനെ 1925 ജൂണിൽ കുഞ്ചുവിനെയും ജ്യേഷ്ഠനെയും പെരിന്തൽമണ്ണ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു. പെരിന്തൽമണ്ണ സ്കൂളിൽ 3rd ഫോമിലാണ് ശങ്കരൻ ചേർന്നത്. ഈ സ്കൂളിൽ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നിരവധി അധ്യാപകരുണ്ടായിരുന്നു. അവരുമായിട്ടുള്ള ബന്ധവും വെളിയിൽ നടന്ന ചില പ്രവർത്തനങ്ങളുടെ ഫലമായും ശങ്കരൻ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായി. 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് EMSന്റെ ആദ്യ ലേഖനം യോഗക്ഷേമ മാസികയിൽ പ്രസിദ്ധീകരിക്കുന്നത്. വിപ്ലവം രക്തപ്രവാഹത്തിന് കാരണമല്ലെന്നും വിപ്ലവം എന്ന പദത്തിന് ആയുധരഹിതമായ കലഹമെന്ന അർത്ഥമാണ് കൊടുക്കേണ്ടതെന്നും ആദ്യ ലേഖനത്തിലൂടെ അദ്ദേഹം വിശദീകരിച്ചു. ഫ്രഞ്ച് വിപ്ലവവും നമ്പൂതിരി സമുദായവും എന്നാണ് തലക്കെട്ട്. അതിനുദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തലായിരുന്നു. ആ തരത്തിലുള്ള ഒരു അടിസ്ഥാനപരമായിട്ട് മാറ്റം നമ്പൂതിരി സമുദായത്തിന് ആവശ്യമാണ് എന്നാണ് ഞാൻ സ്ഥാപിച്ചത്. അതാണ് എൻ്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ ലേഖനം. ഈ ലേഖനം വായിച്ച് അന്ന് പലരും ഇങ്ങനെ പ്രവചിച്ചു: ഈ ലേഖകൻ വിമർശകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് സാമൂഹ്യ സാഹിത്യ രാഷ്ട്രീയ രംഗത്തെ അതികായനായിത്തീരും. അതെ, അത് സംഭവിച്ചിരിക്കുന്നു. പാലക്കാട്ടുള്ള വിക്ടോറിയ ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം EMS കോളേജ് വിദ്യാഭ്യാസത്തിനായി തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ചേർന്നു. കോളേജ് പഠിപ്പോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, സമുദായ പരിഷ്കാരത്തിന്റെ വകയായിട്ടുള്ള പ്രവർത്തനം. 2, ദേശീയ സമരത്തിൻ്റെതായിട്ടുള്ള പ്രസ്ഥാനം. ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന കാലത്താണ് ഞാൻ കോളേജിൽ ഉണ്ടായിരുന്നത്. ആ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ പോലും ഉപ്പ് സത്യാഗ്രഹത്തിന് സഹായകരമായിട്ടുള്ള പല പ്രവർത്തനവും ഞങ്ങള് കോളേജിലും തൃശൂർ പട്ടണത്തിലും നടത്തിയിരുന്നു. തൃശൂരിൽ നിന്ന് ആരംഭിച്ച ഉണ്ണി നമ്പൂതിരി എന്ന പത്രത്തിന്റെ പ്രവർത്തനത്തിൽ EMS ഇക്കാലത്ത് പ്രധാന പങ്കുവഹിക്കുകയുണ്ടായി. സമുദായ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ പ്രധാനമായി 2 കാര്യമാണ് അന്ന് കൊണ്ടുവരുന്നത്. ഒന്ന്, സമുദായത്തിലെ സ്ത്രീകളുടെ കാര്യം. സ്ത്രീകളുടെ കാര്യം വളരെ വിഷമമായിരുന്നു. 2ഉം 3ഉം വേളി കഴിക്കുക എന്നുള്ളത് സർവ്വസാധാരണമായിരുന്നു. നമ്പൂതിരി സമുദായത്തിലെ ബാലികമാരെ വയോവൃദ്ധരായ നമ്പൂതിരിമാർ വിവാഹം കഴിക്കുക പതിവായിരുന്നു. ഇവർ ചുരുങ്ങിയ ദാമ്പത്യ ജീവിത നാളുകൾക്കുള്ളിൽ ഭർത്താവിന്റെ മരണത്തോടെ വളരെ നീണ്ടകാല ജീവിതം വിധവയായി കണ്ണീരോടെ കഴിച്ചുകൂട്ടേണ്ട ഗതികേടിലുമായിരുന്നു. ഈ ഉച്ചനീചത്വങ്ങൾക്കെതിരെ
EMS-ഉം VT ഭട്ടതിരിപ്പാടുമൊക്കെ പോരാടുന്നതിനിടയിൽ പലയിടത്തും അരങ്ങേറി വിപ്ലവം സൃഷ്ടിച്ച നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. കരക്കുഞ്ഞി വാർഷികയോഗത്തിൽ അഭിനയിച്ച ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം വീണ്ടും ഇവിടെ ഈ നാലുകെട്ടിൽ വെച്ച് അഭിനയിച്ചു. പിന്നീട് ഈ അരങ്ങത്ത് പ്രഹസനം ആദ്യത്തെ അഭിനയിച്ച അതേ ആളുകൾ ചേർന്നുള്ള പ്രഹസനം ഒറ്റ രംഗം കൂടി അവസാനിച്ചത് എൻ്റെ വിവാഹം കഴിഞ്ഞ ഗൃഹപ്രവേശനത്തിനാണ്. അന്ന് EMS അതിൽ ഈ എന്താണ് വരനെ സ്വീകരിക്കുന്ന സ്ത്രീകളുടെ പാർട്ടിയിലെ ഒരു സ്ത്രീ വേഷം കെട്ടുകയും ചെയ്തിട്ടുണ്ട്. വെറും 15 നാൾ മാത്രം ഭർത്താവിനോടൊപ്പം ജീവിച്ച് വിധവയായ ഉമാ അന്തർജനം വിധവാ വിവാഹത്തിലൂടെ നമ്പൂതിരി സമുദായത്തിൽ മാറ്റത്തിന്റെ മാറ്റൊലിമുഴക്കിയ ആദ്യ നായികയാണ്. MRBയുടെ ഭാര്യാപദം അലങ്കരിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചതാകട്ടെ EMS, സഹോദരൻ അയ്യപ്പൻ, K. കേളപ്പൻ എന്നിവരായിരുന്നു. ആയിടെ ക്ലാസ്സിൽ വന്നിരുന്ന EMS-ൽ അവ്യക്തമായ ഒരു അസ്വസ്ഥത കാണപ്പെട്ടു. ആ സജീവ സ്വാഭാവികതയ്ക്ക്, ഊഷ്മള പ്രസന്നതയ്ക്ക് എന്തോ ഊനം തട്ടിയതുപോലെ, എന്തോ ഗ്ലാനി സംഭവിച്ചതുപോലെ. കാഹളം വിളി കേൾക്കാൻ കാതുകൂർപ്പിച്ച് മൂക്കുവറച്ചു നിൽക്കുന്ന പടക്കുതിരയുടെ പ്രതീതി. 2 നാൾക്കുള്ളിൽ ഒരു കാഹളം വിളി കേട്ടെന്ന് തോന്നുന്നു EMS എന്ന വിദ്യാർത്ഥി തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും സമരഭൂമിയിലേക്ക് കുതിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച EMS-നെ VT ഭട്ടതിരിപ്പാട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ വരെ അനുഗമിച്ചു. ഉണ്ണി നമ്പൂതിരി വാരികയുടെ സാമ്പത്തിക പ്രതിസന്ധി തീർക്കാൻ EMS തന്റെ സ്വർണ്ണ ചങ്ങിലുള്ള വാച്ചഴിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് യാത്ര പുറപ്പെടും മുമ്പ് VTയെ ഏൽപ്പിച്ചു. അതിനെപ്പറ്റി VT ഭട്ടതിരിപ്പാട് ഇപ്രകാരം പറഞ്ഞു: എന്റെ ഹൃദയം വികാരം കൊണ്ട് തുടിച്ചു. കഴിഞ്ഞ 3 വർഷം സാമുദായിക രംഗത്ത് എന്റെ വലം കൈയായി ആത്മാർത്ഥതയോടെ പടപൊരുതിയിട്ടുള്ള ആ ധീരസേനാനി ഇന്ന് കൂടുതൽ വിശാലമായ സ്വാതന്ത്ര്യ സമരാങ്കണത്തിലേക്ക് കുതിച്ചു പായുകയാണ്. എന്റെ എക്കാലത്തെയും നല്ല ചരിത്ര വിദ്യാർത്ഥി അകാലത്തിൽ പിരിഞ്ഞു. പക്ഷേ അദ്ദേഹം വെറും ചരിത്ര വിദ്യാർത്ഥി ആയിരിക്കേണ്ടവനല്ല, ചരിത്രം സൃഷ്ടിക്കേണ്ടവനാണ്. ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ മറ്റൊരു ശുക്രനക്ഷത്രം ഉദിച്ചു. ജനുവരി 5-ന് 144-ാം വകുപ്പനുസരിച്ച് കോഴിക്കോട് പട്ടണത്തിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. പൊതുയോഗം, പ്രകടനം, ഹർത്താൽ ഇവയൊക്കെ വിലക്കി. നിരോധനാജ്ഞ ലംഘിച്ച സമരഭടന്മാരെ പോലീസ് ലാത്തി ചാർജ് നടത്തി ഓടിച്ചു. ജനുവരി 17-ന് EMS-നെയും മറ്റു 2 പേരെയും അറസ്റ്റ് ചെയ്ത് കോഴിക്കോട് സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. EMS-ന് 3 വർഷത്തെ കഠിന തടവും 100 രൂപ പിഴയും കോടതി വിധിച്ചു. കോൺഗ്രസിലെ ചേരിപ്പോരുകൾ നിമിത്തം ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് മങ്ങലേറ്റപ്പോൾ 1933 ആഗസ്റ്റ് 31-ന് EMS അടക്കം പലരെയും ജയിലിൽ നിന്നും മോചിപ്പിച്ചു. അതേവരെ ഒരു സാധാരണ കോൺഗ്രസ്സുകാരനായിരുന്ന ഞാൻ കോൺഗ്രസിൽ തന്നെ ഗാന്ധിസത്തിൽ നിന്ന് നെഹ്റുസത്തിലേക്ക് മാറിക്കൊണ്ടിരുന്ന ഞാൻ ലോക വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഒരു പക്ഷപാതിയായി തീർന്നു.